നിന്ന് തിരിച്ചു വരുമ്പോൾ അടുക്കളയുടെ ഓടിനിടയിൽ നിന്ന് പുകയുയരുന്നത് ദൂരെ നിന്ന് കാണുമ്പോഴേ ഉത്സാഹമാണ്. അമ്മ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുകയോ ഉണക്ക കപ്പയോ ചേമ്പോ പുഴുങ്ങുകയോ ആകും. അതും കഴിഞ്ഞ് കണ്ടത്തിലേക്കോ അടുത്തുള്ള പറമ്പിലേക്കോ ഒരോട്ടമാണ്. പന്തുകളി, ഗോലികളി, കിളികളി മുതൽ അങ്ങോട്ട് പലതരം കളികളും അഭ്യാസങ്ങളുമായി നേരം ഇരുണ്ട് വീട്ടിൽ നിന്ന് വിളി വരുന്നതുവരെ. പിന്നെ പലതരം കച്ചവടക്കാർ, എല്ലാവരും വർഷങ്ങളായി വീടുകളുമായി ബന്ധമുള്ളവർ. ഓട്ടുപാത്രങ്ങൾ തലയിലേറ്റ് കൊണ്ടുവരുന്ന ആളുകൾ. വിഷു ആകുമ്പോഴേക്കും മൺപാത്രങ്ങൾ വലിയ കൊട്ടകളിൽ കൊണ്ടുനടന്ന് വിറ്റ് പകരം നെല്ലോ പയറോ വാങ്ങിപ്പോകുന്ന സ്ത്രീകൾ. തഴപ്പായ നെയ്ത് വർഷാവർഷം പറയാതെ തന്നെ വീട്ടിൽ കൊണ്ടു തന്നിരുന്ന അമ്മൂമ്മ. കുട്ടനിറയെ കുപ്പിവളകളും കൺമഷിയും മറ്റുമായി വന്നിരുന്ന വളക്കച്ചവടക്കാർ. കല്ലുകൊത്താനുണ്ടോ എന്ന് വിളിച്ചു കൊണ്ടുവന്നിരുന്ന കല്ലുകൊത്തികൾ. പിന്നെയുമുണ്ട് ഒരുപാട് പേർ. പാത്രക്കച്ചവടക്കാർ, തുണി അലക്കുന്നവർ, തലക്കുഴിയാൻ മൺപ്രതിമയുമായി വരുന്നവർ, അങ്ങനെ ഒരുപാട് പേർ. അവരൊക്കെ ഒരു കാലത്ത് ആ സംസ്കൃതിയുടെ ഓരോ ഭാഗങ്ങളായിരുന്നു. അന്നെല്ലാം ആർക്കും ആരെയും സംശയമോ അകൽച്ചയോ ഭയമോ ഉണ്ടായിരുന്നതായി കണ്ടിട്ടില്ല. വീടുകൾക്ക്